നമ്മളിവിടെ ഒരു AC ചെക്ക് ചെയ്യാമെന്ന് വന്നതാണ്, ഒരു കംപ്ലൈൻറ്റ് നോക്കാനായിട്ട്. ഇപ്പോൾ അഡീഷണൽ ഒരു തെർമോസ്റ്റാറ്റൊക്കെ വെച്ച് കൊടുത്തേക്കുന്ന ഒരു AC ആണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഇതിനകത്ത് നമ്മൾ കംപ്രസറിൻ്റെ വൈൻഡിങ് എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെയാണ്, ഫാൻ ചെക്ക് ചെയ്ത് ഓക്കെയാണ്, കപ്പാസിറ്റർ ഓക്കെയാണ്, എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ടും സാധനം ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഓരോന്നോരോന്ന് നമ്മൾ വൈൻഡിങ് എല്ലാം ചെക്ക് ചെയ്തു. ഇത് നമ്മൾ ഡിലേ ടൈമറൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ആ തെർമോസ്റ്റാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മാസ്റ്റർ കൺട്രോൾ. ജസ്റ്റ് സിഗ്നൽ 3 സ്പീഡ് പോകുന്നത് FCU ടൈപ്പാണ്. സീലിങ്ങിന് മുകളിലാണ് വരുന്നത് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതെല്ലാം കണക്ട് എല്ലാം ഓക്കെയാണ് സിസ്റ്റം. ഇത് സിസ്റ്റത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ജസ്റ്റ് ഓണാക്കും, കംപ്രസർ എടുക്കുമ്പോൾ ട്രിപ്പായി പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഇവിടെ ആണോ സ്പാർക്ക്? ഒരു സ്പാർക്കിംഗ് സൗണ്ട് നമുക്ക് എവിടെയോ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ യൂണിറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഡിസ്പ്ലേയും വന്നിട്ടുണ്ട്. 25 ആണ് കാണിക്കുന്നത്. എന്തായാലും കമാൻഡ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കമാൻഡ് സിഗ്നൽ വരട്ടെ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു സ്പാർക്കിങ് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പവർ മിസ്സായി പോകുന്നത്. ഈ വന്ന ബ്രേക്കറിൻ്റെ ഇഷ്യൂ ആണോ, എവിടെ അതിൻ്റെ ലൂസ് കണക്ഷൻ ഇവിടുത്തെ ബേണിങ് ആകുന്നതാണോ ആയിട്ട് ഇതിനകത്തിൽ മെൽറ്റായി സ്മോക്ക് വരുന്നുണ്ടോ? ഈ ഒരു ഫേസ് മാത്രം ഫയറാകുന്നു. ഇതാണ് സംഭവം. AC ഒരു കുഴപ്പമില്ല. AC ഞാനിവിടെ ബ്രേക്കർ ഓഫ് ആക്കിയിട്ടും ലോഡ് റണ്ണിങ്ങിലാണ് യൂണിറ്റ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഐസൊലേറ്റർ ഇപ്പോൾ പുതിയ വാങ്ങിച്ചിട്ടു. ഇപ്പം പ്രശ്നം സോൾവ് ആയി. എന്നാലും ഈ ബ്ലൂ ഫേസ് പ്രശ്നം ഉണ്ടാക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലോഡ് ബാലൻസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62 സംതിങ് എടുക്കും, 60 സംതിങ് എടുക്കുന്നുണ്ട്. ഈ R ഫേസിൻ്റെ ലോഡെന്ന് പറഞ്ഞാൽ 29, 30, 33. അപ്പോൾ ഇത് ലോഡ് ബാലൻസ് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. AC ഇപ്പോൾ വർക്കിംഗ് ആണ്. ഈ ഫേസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഓഫായി പോയത്. ഓക്കെ.